ബഹുമാന്യരായ പ്രവാസികളുടെ ജീവിതത്തിലെ വസന്തമാർന്ന സുദിനങ്ങളാണ് മർക്കസിലെ ഈ സംഗമങ്ങൾ. ഓരോ വർഷവും ഇതുപോലെ വിളിച്ചു ചേർക്കാറുണ്ട്. ഇപ്പോൾ ഗൾഫ് നാടുകളിൽ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ഈ വന്ന പുരുഷന്മാരോടൊപ്പം അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും കാമിൽ ഓഡിറ്റോറിയത്തിൽ അവരും ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ ഭാര്യമാർ കേൾക്കണം. അവര് കേൾക്കാൻ പറ്റാത്ത യാതൊന്നും പുരുഷന്മാരോട് പറയാനില്ല. പ്രവാസികളുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നത് അവരുടെ കുടുംബിനികളാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഭാര്യയോടും കുട്ടികളോടും ഒപ്പമുള്ള സന്തോഷമാണ്. അവിടെ സന്തോഷമില്ലെങ്കിൽ പ്രവാസികളുടെ ഭൂമി കേരളത്തിലും ഒരു സഹാറയായി അനുഭവപ്പെടും. ഇഷ്ടമുണ്ടായിട്ട് പോയതല്ല, ഏതോ ചില കാരണങ്ങളാൽ പോകേണ്ടി വന്നു. അവിടെ എത്തിയപ്പോൾ പിന്നെ അവിടെ നിൽക്കേണ്ടി വന്നു. ഓരോ പ്രാവശ്യവും വിചാരിക്കും ഇനി നാട്ടിൽ തന്നെ താമസിക്കുകയാണ്. അങ്ങനെയാണ് പറയാറുള്ളത്. പിന്നെയും കേട്ടു ഇന്നലെ പോയി. പോയതിൻ്റെ കാരണവും അറിയില്ല, അവിടെ നിൽക്കുന്നതിൻ്റെ കാരണവും അറിയില്ല. അങ്ങനെ അനന്തമായി ഗൾഫ് ജീവിതത്തിലെ ഏറ്റവും വലിയ ചാപ്റ്ററായി ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ നിലകൊള്ളുമ്പോൾ ആകെയുള്ള ഒരു സമാധാനം ഉസ്താദിനെ ഒന്ന് കണ്ട് ഒന്ന് ദുആ ചെയ്യിപ്പിച്ച് അത് വല്ലാത്തൊരാനന്ദമാണ്. ജീവിതം അവസാനിച്ചു എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള രോഗങ്ങൾ വരികയും കുടുംബങ്ങളൊക്കെ ഈ ജീവിതം അവസാനിച്ചു എന്ന് കരുതുകയും ചെയ്ത സമയത്ത് ഉസ്താദ് വീണ്ടും തിരിച്ചു വന്നു. ആ തിരിച്ചുവരവിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കുടുംബത്തോടൊപ്പം പ്രവാസികളാണ്. കഴിഞ്ഞ ദിവസം റിയാദിൽ ജിദ്ദയിൽ പോയപ്പോൾ അവിടെയുള്ള 50ഓളം സെന്ററുകൾ, ആ സെന്ററുകളുടെ കോർഡിനേഷൻ ജിദ്ദയിൽ നടന്നു, റിയാദിലും. അവിടെ സംബന്ധിച്ച റിയാദിലെ ഒരു സുഹൃത്ത് പങ്കുവച്ച ഒരു ആശയം പ്രവാസികളുടെ മുൻപിൽ ഞാനിവിടെ ഉണർത്തുകയാണ്. പ്രവാസിയുടെ ഓരോ തവണയുള്ള വരവിലും കുറേ ടാർഗറ്റുകൾ ഉണ്ടാകും. വീടിനോട് അനുബന്ധമായി കൂട്ടിച്ചേർക്കൽ, മക്കളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, അതെല്ലാം പ്രവാസിയുടെ അജണ്ടയിലുള്ള കാര്യങ്ങളാണ്. അത് കുറേയൊക്കെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖൈറായതൊക്കെ സാധിപ്പിച്ചു തരട്ടെ. ഈ സ്റ്റേജിൽ അലി ബാഫഖി തങ്ങളുടെ
മക്കൾ, ബന്ധുക്കളായ ഒരുപാട് തങ്ങന്മാരുണ്ട്. ഒരു ഫർളും ഒരു സുന്നത്തും ഉപേക്ഷിക്കാത്ത ഒരുപാട് തങ്ങന്മാരും ഉസ്താദുമാരും ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ദുആഇന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് ഈമാൻ ഏറ്റിത്തരട്ടെ. പ്രിയപ്പെട്ട ഭാര്യമാർ, അവരും നമ്മേക്കാൾ കൂടുതൽ ഇബാദത്ത്, സ്വലാത്ത്, ദിക്ർ, ഖുർആൻ പാരായണമൊക്കെ ഉള്ളവരാണ്. അവരെ ദുആയും നമുക്ക് ലഭിക്കും. ഒരു സഹോദരൻ, അവര് മലപ്പുറം ജില്ലയിൽ തിരൂരിൽ ഉള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ചിക്കൻ പോക്സ്, ഗർഭവുമാണ്. ആ ചിക്കൻ പോക്സ് വളരെ ഗുരുതരമായ രൂപത്തിൽ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗർഭത്തിലുള്ള കുഞ്ഞ്, ആ കുഞ്ഞിനെയും ആ രോഗം ബാധിക്കും. ആ കുഞ്ഞ് ഗർഭത്തിൽ തന്നെ മരിച്ചു പോകും. അങ്ങനെ ആ ഭാര്യ തന്നെ മരണപ്പെടും എന്ന ഒരവസ്ഥ 12 ഡോക്ടർമാർ വിധി എഴുതി. അങ്ങനെ ആ ഗർഭം ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് തോന്നി ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ. അങ്ങനെ ഇവിടെ വന്ന് വിഷയം പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞത്രേ, 12 ഡോക്ടർമാരല്ലാത്ത വേറെ ഡോക്ടർമാരൊന്നും എവിടെ ഇല്ലേ? അങ്ങനെ ആ സഹോദരൻ എടപ്പാളിൽ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ അന്ന് ബ്ലഡും മറ്റും പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, ഒരു കംപ്ലൈന്റും ഇല്ല, ഒന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ ഉസ്താദിന്റെ ആ ദുആ കൊണ്ട് ആ ഡോക്ടറുടെ തീരുമാനം വന്ന് റാഹത്തായി. ആ സ്ത്രീ ഏതാണ്ട് പ്രസവിക്കാൻ അടുത്തായ സമയത്ത് ഈ ഭർത്താവ് ഹജ്ജിന് പോവുകയാണ്. അവിടെ വെച്ച് മിനയിൽ വെച്ച് ഉസ്താദിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഉസ്താദെ, 12 ഡോക്ടർമാർക്ക് ശേഷം 13ാമത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു കംപ്ലൈന്റും ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഉസ്താദ് എനിക്ക് പേരിട്ട് തരണം, കുഞ്ഞിന് പേരിട്ട് തരണം. ആ ഉസ്താദ് ചോദിച്ചു, നിങ്ങളെ മനസ്സിൽ ഏതെങ്കിലും പേര് കണ്ടതുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ആ പേര് ഏതാണ്? അത് ഇന്ന പേരാണ്. എന്നാല് ഇപ്പൊ ജനിക്കുന്ന കുട്ടിക്ക് ആ പേരിടണ്ട, അത് രണ്ടാമതൊരു കുട്ടി ജനിക്കുക, ആ കുട്ടി കിട്ടാൻ മതി. ഈ കുട്ടിക്ക് ഞാനൊരു പേരിട്ട് തരാം. അങ്ങനെ ആ കുട്ടിക്ക് പേരിട്ടു. രണ്ടാമത്തെ കുട്ടിക്ക് മറ്റേ പേരിട്ടു. 2 ആൺകുട്ടികൾ. അദ്ദേഹം റിയാദിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കമ്പനിയിൽ, കോൺട്രാക്ട് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ആ സഹോദരൻ അത് മർക്കസിന്റെ അവിടെയുള്ള കോർഡിനേറ്ററാണ്. അവിടെയുള്ള പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങനെയൊന്നുമല്ല. ഈ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ പദങ്ങൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പരിചയപ്പെടുത്തുമ്പോൾ അത് പറയാതിരിക്കലാണ് നല്ലത്. എവിടെയാണ്? കുവൈത്തിലാണ്. ഞാനതിൻ്റെ സെക്രട്ടറിയാണ് എന്ന് പറയാതിരിക്കലാണ് നല്ലത്. കാരണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ സെക്രട്ടറി എന്ന പോസ്റ്റിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ഞാനൊക്കെ ചെയർമാനായി, ഇപ്പം ചെയർമാനൊന്നുമല്ല എന്നതുപോലെ. പക്ഷേ അദ്ദേഹം ഒരു സെക്രട്ടറിയേക്കാൾ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. രാവും പകലും മർക്കസിന് വേണ്ടി അങ്ങനെ അധ്വാനിക്കുകയാണ്. ICF-ന്റെ പ്രവർത്തകന്മാർ, അവർ ICF-ന്റെ ഭാരവാഹികളാണെങ്കിലും അവരെ പ്രവർത്തനം മുഴുവനും മർക്കസിന് വേണ്ടി എല്ലാ സമയവും ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, മുസ്തഫ ദാരിമിയും അതുപോലെ നമ്മളെ ഒമാനിലെ മത്ര ഉമർ ഹാജി, അതുപോലെ പറവണ്ണ ഉസ്താദ്, ഇങ്ങനെ ഞാൻ കുറച്ച് ആളുകളെ പേര് പറയുമ്പോൾ വേറെ കുറെ ആളുകളെ, ഷാ ഉണ്ട്, പാലോളി ഉണ്ട്, ഖത്തറുകാർ മുഴുവനുണ്ട്. ഇങ്ങനെ നോക്കിയിട്ട് ചില ആളുകളെ നിഴല് മാത്രമേ കാണുന്നുള്ളൂ. ഏതായിരുന്നാലും ഇവരുടെ മുഴുവനും ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള
ഒരു സന്തോഷമാണ് മർക്കസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. മർക്കസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രവാസ ജീവിതം. പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കഷ്ടപ്പാടിൻ്റെ ഒരു ജീവിതമാണ്. ചിലപ്പോൾ ഭാര്യമാർ പറയും, പുരുഷന്മാർക്ക് ഇങ്ങനെ ഗൾഫിലൊക്കെ ഇങ്ങനെ പോകാം, നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കൂടുകയാണ്. അങ്ങനെയാണ് ഭർത്താവ് അവളോട് പറഞ്ഞാൽ നീയും പോരി. അങ്ങനെ കൊണ്ടുപോയി ഒരു 15 ദിവസം ആ റൂമിൽ കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേഗം പോകണം. അങ്ങനെ പോരുകയും ചെയ്ത്. പിന്നെ രണ്ടാമതൊരു പൂതി അവൾക്കില്ല. അങ്ങനത്തെ ഒരുപാട് ഭാര്യമാരുടെ കഥ ഈ ഭർത്താക്കന്മാർക്ക് പറയാറുണ്ട്. കാരണം ഏറ്റവും വലിയ കഷ്ടപ്പാടാണ് ഗൾഫ് ജീവിതം എന്ന് പറയുന്നത്. ഒരു നല്ല വായു പോലും അവിടെ ശ്വസിക്കാൻ കിട്ടുകയില്ല. ആ മരുഭൂമിയിൽ ഒരു തവണ കറണ്ട് പോയാൽ ആ റൂമിൽ താമസിക്കാൻ കഴിയുകയില്ല. സോളാറിന്റെ സഹായത്തോടു കൂടിയുള്ള ഇലക്ട്രിസിറ്റി കറണ്ട് ആയതുകൊണ്ട് ഉള്ള ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ, ഇവിടെ വളരെ സുഖമുള്ള ജീവിതം നയിച്ചവർ ഗൾഫിലെത്തിയാൽ 1 മാസം കൊണ്ട് ആ ഗൾഫുകാരൻ കഷ്ടപ്പാടുകൾ തിരിച്ചറിയുകയും കഷ്ടപ്പെടുന്നവന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അത് അനുഭവമാണ്. ഇവിടെ സഹകരിക്കുന്ന മനസ്സില്ലാത്ത ആളുകൾ ഗൾഫിലെത്തുമ്പോൾ സഹകരിക്കുന്ന മനസ്സിന്റെ ഉടമകളായി മാറും. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു പുസ്തകം വായിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹിജ്റ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഫഹിജ്റത്തുഹു, അവൻ ആ യാത്രയിലൂടെ ആ ഹിജ്റയിലൂടെ അവൻ എത്തുക അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ഏതെങ്കിലും ഒരാളുടെ യാത്രയുടെ ഉദ്ദേശ്യം ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ കഴിയും അവിടെ പോയാൽ എന്ന നിയ്യത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ അവന് അതാണ് ലഭിക്കുക. വേറെ ഒരാളുടെ ലക്ഷ്യം എനിക്ക് കുറെ ദുനിയാവുണ്ടാക്കണം എന്നതു മാത്രമാണെങ്കിൽ അതായിരിക്കും അവന് കിട്ടുക എന്ന ഹദീസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടുള്ള ഒരു പുസ്തകത്തിൽ ഹിജ്റ എന്ന വാക്കിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നു, വിദേശയാത്ര എന്ന്. നല്ല അർത്ഥമായിട്ട് തോന്നി. ഇവിടെ കുറെ ആളുകൾ സക്കാഫികളും പണ്ഡിതന്മാരുള്ളത് കൊണ്ട് ഇനി അവർ റിസർച്ച് നടത്തിക്കോട്ടെ. ഹിജ്റ എന്ന വിദേശയാത്ര ശരിയാണ്. ഹജറ എന്ന് പറഞ്ഞാൽ ടു റിജക്ട്, ഉപേക്ഷിക്കുക. മക്കയെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയി, അതുകൊണ്ട് മൈഗ്രേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. മക്കയെ ഉപേക്ഷിച്ച് മദീനയിൽ പോയി. അതുപോലെ ഈ കേരളത്തെ ഉപേക്ഷിച്ച് ഖത്തറിലേക്ക് പോയി, കുവൈത്തിലേക്ക് പോയി. ഹിജ്റയാണ്, ലുഗവിയായ ഹിജ്റയാണ്. ഭാഷാപരമായി ഇതൊരു വിദേശയാത്ര. ഈ വിദേശയാത്ര ഒരു ഹിജ്റയുടെ അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്താണ് വേണ്ടത്? അതിന് ഈ പോകുന്ന ഓരോ യാത്രയിലും ഇത് കുടുംബിനികൾ കൂടി മനസ്സിലാക്കണം, അവരാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇത്തരം മീറ്റിങ്ങുകളിൽ കുടുംബിനികൾ പരസ്പരം പരിചയപ്പെടുകയും വർത്തമാനങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. അതൊക്കെ അവിടെ നടന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് വേറെ സമയമില്ലല്ലോ പരിചയപ്പെടാൻ. എന്നാൽ ഈ കേൾക്കുന്നതിന് തടസ്സമാവാത്ത രൂപത്തിൽ പരിചയപ്പെട്ടാൽ മതി. ഞാൻ ഇവിടുന്ന് എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ഒന്നുകൂടി അച്ചടക്കത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോ ഒരു ഭർത്താവ് വിദേശത്ത് പോവുകയാണെങ്കിൽ ആ ഭർത്താവ് അവളോട് ചോദിച്ചാണ് പോകേണ്ടത്, ചോദിക്കാതെ പോകരുത്. ഇപ്പോൾ അടുത്തൊരു കേസ് വന്നു. ഭർത്താവ് ദുബൈയിലേക്ക് പോയി. ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്നോട് പരിഹാരം ഉണ്ടാക്കി തരണം. എന്നോട് ചോദിക്കാതെയാണ് അവൻ പോയത്. വീടിന്
വാതിലുകൾ ഉണ്ടെങ്കിലും വാതിലിന് പൊളിയില്ല. വാതിൽ പൊളിയില്ലാത്ത ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. 3 മക്കളും ഉണ്ട്. വളരെ കഷ്ടപ്പാടിലാണ്. ആ കഷ്ടപ്പാടുകളിൽ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതെ അവൻ പോയി എന്നൊരു പരാതി ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ സ്ത്രീകൾ ചോദിക്കുന്നതിന് ഒരു തവണ മാത്രമേ അത് റെസ്പോണ്ട് ചെയ്യാറുള്ളൂ. കാരണം സ്ത്രീകളുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു പദം ദ്വയാർത്ഥമുള്ളതെങ്ങാനും വന്നു പോയാൽ പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ പ്രതിക്കൂട്ടിലാകും. എല്ലാവരോടും ഞാൻ പറയുന്നത്. ഞാനത് ആ മഹല്ല് കമ്മിറ്റിക്ക് റെഫർ ചെയ്തു. ആ മഹല്ല് കമ്മിറ്റിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചാണ് പോകേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത സംഭവം ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. അല്ലാഹുവേ, എൻ്റെ ഭാര്യയെ ഈ മക്കയിൽ വിട്ടേച്ചുകൊണ്ട് ഞാൻ വിദേശയാത്ര നടത്തുകയാണ്. ഭർത്താവ് വിദേശത്ത് പോവുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? പലസ്തീനിലേക്ക്. ഇബ്രാഹിം നബി ജനിച്ചത് ഇറാഖിലാണ്, ജീവിച്ചത് പലസ്തീനിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടുണ്ടായ സ്ഥാപനം മക്കയിലാണ്. അതുപോലെ ഇവിടെ വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ജനിച്ച നാടും ഉണ്ട്, ഒരു ജീവിക്കുന്ന നാടും ഉണ്ട്. നിങ്ങളുടെ കർമ്മം കൊണ്ട് ഒരു പ്രസ്ഥാനം രൂപപ്പെട്ട നാടും ഉണ്ട്. അതാണ് മർക്കസ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെ ഭാര്യയുണ്ടായിരുന്നു മക്കത്ത്. നിങ്ങൾ ഇന്ന് ഭാര്യമാരെ ഇവിടെ കൊണ്ടുവന്നല്ലോ. അൽഹംദുലില്ലാ, ഇതൊരു സാലിഹ അമലായി അല്ലാഹ് ഖബൂലാക്കട്ടെ. ഈ ഇന്ന് ഇവിടെ പഠിക്കുന്ന 1200 മുതഅല്ലിമീങ്ങൾ, ആ മുതഅല്ലിമീങ്ങൾക്ക് മുഴുവനും ഇന്ന് ലീവ് കൊടുത്തതാണ്. ആ മുതഅല്ലിമീങ്ങൾക്ക് രാവിലെ സഹീഹുൽ ബുഖാരിയുടെ ദർസ്, ശൈഖുനായുടെ ആ ദർസിൽ അവർ പങ്കെടുത്ത് അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ നാട്ടിലേക്ക് പോകണം. ഇന്ന് പ്രവാസികൾ അവരുടെ കുടുംബവുമായിട്ട് വരികയാണ്. അവർക്ക് ഇവിടെ സ്വീകരണം നൽകുമ്പോൾ നിങ്ങൾ ക്ലാസ്സൊക്കെ മുടങ്ങും. കാരണം ഈ ശബ്ദം കൊണ്ട് ഈ കാണുന്ന ഇടതുഭാഗത്തുള്ള ഈ ബിൽഡിങ്ങിൽ ഒക്കെ ക്ലാസ്സാണ്. ആ ക്ലാസ്സിന് ഈ ശബ്ദം അവർക്ക് ബുദ്ധിമുട്ടാവും, അവരെ ഇവിടെയും ബുദ്ധിമുട്ടാവും. ഒക്കെ പോകാൻ പറഞ്ഞു. ഇന്ന് രാവിലെ ബുഹാരി കഴിഞ്ഞൊക്കെ പോയതാണ്. ഇനി അവരെയും കൂടി ഇവിടെ ക്ലാസ് ഉള്ളപ്പോൾ തന്നെ പ്രവാസികളുടെ സംഗമം നടത്താനുള്ള വലിയൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കണം. നിങ്ങളൊക്കെ ദ്വാർക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ എന്തൊക്കെ റബ്ബിനോട് ദ്വാരുന്നോ അതെല്ലാം റബ്ബ് നമുക്ക് സാധിപ്പിച്ചു തന്ന്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല നിങ്ങൾ ദ്വാർക്കുന്നില്ലെങ്കിൽ. നിങ്ങളെ പൈസ കൊണ്ടൊന്നും പരിഗണന കിട്ടൂല, ജോലി കൊണ്ടും പരിഗണന കിട്ടൂല, തറവാട് കൊണ്ടും പരിഗണന കിട്ടൂല. പരിഗണന കിട്ടാനുള്ള ഒരേ ഒരു വഴി നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയാണ്. അപ്പൊ ഞാൻ പറയുന്ന ആ കുട്ടികളൊക്കെ ഒന്ന് പോയതാണ്. ഞാൻ ഇത് ഇവിടെ പറഞ്ഞിരുന്നു, ആ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവുകയാണ് വേണ്ടത്. കാരണം എല്ലാരെയും ഒന്ന് കാണുമ്പോൾ അല്ലാഹ് നമ്മള് തക്കാഫുലും സംഭാവനയും നൽകി വളർത്തുന്ന മുതഅല്ലിമീങ്ങളാണല്ലോ അത് എന്ന് കാണുമ്പം മനസ്സിന് വല്ലാത്തൊരു ആനന്ദം ഉണ്ടാവും. പക്ഷേ ആ ആനന്ദം മാത്രം പോരല്ലോ, സൗകര്യം വേണ്ടേ. അപ്പൊ കുട്ടികളൊക്കെ രാവിലെ ക്ലാസ് കഴിഞ്ഞ് പോയത്. ഇനി ഒരു ശനിയാഴ്ച രാവിലെ സുബഹിക്കെത്തും. അള്ളാഹു നമ്മളെ മുതഅല്ലിമീങ്ങളെ കൊണ്ട് ആഖിറത്തിൽ അള്ളാഹു നമുക്ക് ശഫായത്ത് തരട്ടെ. ഇബ്നു മാജയുടെ റിപ്പോർട്ടിൽ കാണാം, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് ശുപാർശ ചെയ്യും, അമ്പിയാക്കൾ ശുപാർശ ചെയ്യും, ഉലമാക്കൾ ശുപാർശ ചെയ്യും. സുമ്മൽ മുഅദ്ദിനൂൻ, ബാങ്ക് വിളിക്കുന്നവർ വരെ പരലോകത്ത് ശുപാർശ ചെയ്യും. മുഅദ്ദിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ അല്ലാഹു തആലാന്റെ നിസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്. ഈ മുതഅല്ലിമീങ്ങളോ അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, സുന്നത്ത് ജമാഅത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്. അപ്പൊ അവരെ ശഫായത്ത് എന്തായാലും നമുക്ക് കിട്ടും. അള്ളാഹു നമുക്കതെല്ലാം, നമുക്ക് നമ്മളെ മാതാപിതാക്കൾക്കും ഉലമാവിന്റെ ശഫായത്ത് പരലോകത്ത് തരട്ടെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയോട് ചോദിച്ചു, ഞാൻ പോവുകയാണ്,
പലസ്തീനിലേക്ക് പോവുകയാണ്. ഞാൻ പോകട്ടെ. അപ്പോൾ ഭാര്യ, ഒരു ചെറിയ കുഞ്ഞുണ്ട്. ഈ പ്രവാസികൾക്കൊക്കെ 1 2 ഒക്കെ കുട്ടികളുള്ളവരാണ്. ആ കുട്ടികളെ മടിയിൽ വെച്ച് അതിന് ഉമ്മ കൊടുത്ത് 2 മാസം ആ ബാപ്പ കുട്ടികളെ കൂടെ ഉണ്ടാവും. ഏതാണ്ടൊന്ന് പരിചയപ്പെട്ട്, അങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മെല്ലെ പോവുകയാണ്. പോകുന്ന സമയത്ത് ഈ കുട്ടി ചോദിക്കും, വാപ്പ എവിടെ? ആ ഉമ്മ പറയും, പോയി. എവിടെ പോയി? അങ്ങനെ പോവോ? എനിക്ക് മുത്തം തരാന് വാപ്പ ഇവിടെ വേണ്ടേ? എൻ്റെ വളർച്ച കാണാനും അതിൽ പങ്കാളിയാവാനും എനിക്ക് അലിഫും ബാവും ഇടക്കിടക്ക് ഉച്ചരിച്ച് തരാനും ഒക്കെ എൻ്റെ വാപ്പ ഇവിടെ വേണ്ടേ? അങ്ങനെയല്ലേ നമുക്ക് നമ്മളെ വാപ്പമാര് അലിഫും ബാവും ഒക്കെ പഠിപ്പിച്ചിട്ടല്ലേ നമ്മൾ പഠിച്ചത്? ഇത് ഈ കുട്ടി ചോദിക്കുമ്പോൾ ആ ഉമ്മ നൽകുന്ന മറുപടി, മോനെ, മൈശത്തിന് വേണ്ടി പോയതാണ്. ആ യാത്രയിലൂടെ വേണം അള്ളാഹുവിന്റെ ദീനിന് ഉപകരിക്കുന്ന ഒരു കുടുംബമായി തീരാൻ വേണ്ടി. നമ്മൾ മാത്രം വളർന്നാ പോരാ. നമ്മൾ അടുത്ത വീട്ടിൽ ബാപ്പ മരിച്ചുപോയ കുട്ടികളുണ്ട്. ആ കുട്ടികളെ വളർത്തുന്നതിൽ കൂടി പങ്കാളിത്തം വഹിക്കാൻ ഗൾഫിൽ പോയാലേ കഴിയൂ എന്ന് ആ ബാപ്പ തിരിച്ചറിഞ്ഞത് കൊണ്ട് എന്നോടൊക്കെ പറഞ്ഞു പോയതാണ്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു. അപ്പൊ ഭാര്യ ചോദിച്ചൊരു ഒരു വാക്കുണ്ട്. ഇബ്രാഹിം നബിയോട് ഭാര്യ ചോദിച്ചു, ഹാജറ ബീവി ചോദിച്ചു, അല്ലാഹു അദിനലക്, അല്ലാഹു തആല നിങ്ങൾക്ക് സമ്മതം തന്നിട്ടുണ്ടോ പോകാൻ? എന്റെ സമ്മതം അല്ലാഹ് സമ്മതിച്ചതാണോ? എനിക്ക് സമ്മതമാണ്. അള്ളാഹിന്റെ പൊരുത്തുള്ള യാത്രമാണോ അത് അപ്ലിക്കബിൾ ആണ്. പിന്നെ എന്റെ സമ്മതത്തിന് പ്രസക്തി ഇല്ല. അള്ളാഹ് കൽപ്പിച്ചതാണോ? ഇബ്രാഹിം നബി പറഞ്ഞു, അതെ, അള്ളാഹു കൽപ്പിച്ചതാണ്. അങ്ങനെയാണ് ആ ഭാര്യ ഹാജർ ആ കുഞ്ഞിനെ മടിയിൽ വെച്ച് അതിനിങ്ങനെ മുലപ്പാൽ കൊടുക്കും. മുലപ്പാല് കിട്ടണമെങ്കിൽ ആ സ്ത്രീ നല്ല ഭക്ഷണം കഴിക്കണ്ടേ? പോഷകമൂല്യമുള്ള ഭക്ഷണം ഭാര്യമാർ കഴിക്കുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് വളരാൻ ആവശ്യമായ പാല് കിട്ടൂ. വൽ വാലിദാതു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി, 2 കൊല്ലം മുലപ്പാൽ കൊടുക്കണം. ഇപ്പൊ ചിലരൊക്കെ അമുൽപ്പാലാ കൊടുക്കുന്നത്. കൊടുക്കേണ്ടത് മുലപ്പാലാണ്. അതിനാവശ്യമുള്ള കാരക്കയും വെള്ളവും, മക്കത്തെ പ്രധാന ഭക്ഷണം കാരക്കയും വെള്ളവുമാണ്. ഗൾഫുകാരെ ഭക്ഷണവും അതാണ്, കാരക്കയും വെള്ളവും. ഗൾഫിൽ വളർച്ച കിട്ടാൻ അയണും പൊട്ടാസ്യവും മഗ്നീഷ്യവും സോഡിയവും കാൽസ്യവും എല്ലാം ഉള്ള ഒരു ഭക്ഷണ സാധനമാണ് കാരക്ക. ഡേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുറേ കാലം ജീവിക്കാൻ അതുകൊണ്ട് കഴിയും. അതുകൊണ്ടായിരിക്കും ഡേറ്റ് എന്ന് പേരിട്ടത്. തീയതി എന്ന അർത്ഥമുള്ള അതേ ഡേറ്റ്, DATE. ആ കാരക്കയും വെള്ളവും കുടിച്ചും തിന്നും മടുത്തു എന്ന് പറയാൻ പാടില്ല. അള്ളാഹു വലിയ നിഅമത്താണ് ആ കാരക്കയും വെള്ളവും. പക്ഷെ ആ വെള്ളം തീർന്നുപോയി. വെള്ളം തീർന്നു പോയപ്പോൾ ഈ കുഞ്ഞിന് ഉമ്മയിൽ നിന്ന് മുലപ്പാൽ കിട്ടുന്നില്ല. ആ സമയത്ത് ആ ഉമ്മ അങ്ങനെ ചിന്തിച്ചു പോയി, ഭർത്താവ് ഉണ്ടെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ വെള്ളം ഇവിടെ കിട്ടുമായിരുന്നു. ഭർത്താവ് പോയില്ലേ? നല്ലൊരു വിഷയത്തിന് പോയതായതുകൊണ്ട് എനിക്കൊരു പരാതിയുമില്ല. സുബ്ഹാനല്ലാഹ്, ഖുർആന്റെ തഫ്സീറുകളിൽ കാണാം, ആ ഭാര്യ വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെട്ടു. ആ ഉമ്മക്കും വെള്ളം ആവശ്യമാണ്, കുട്ടിക്കും വെള്ളം ആവശ്യമാണ്. അങ്ങനെയാണ് ആ കുഞ്ഞിന് വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ ആ കിടക്കുന്ന ഹിദ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലം കഅബയുടെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ്. ഹിദ്ർ ഇസ്മായിൽ അവിടെ പോയി നിസ്കരിച്ചാൽ കഅബയുടെ ഉള്ളിൽ നിസ്കരിച്ച കൂലിയാണ് ഹിദ്ർ ഇസ്മായിൽ. നമുക്കൊന്നും കഅബന്റെ ഉള്ളിൽ കയറാനുള്ള ഒരു ഭാഗ്യം കിട്ടൂല. ശൈഖുന ഉസ്താദ് കഅബന്റെ ഉള്ളിലും കയറി, വൈലത്തൂർ തങ്ങൾ കയറി, അങ്ങനെ ഒരുപാട് വലിയ ആളുകൾ കയറി. നമ്മളും ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അള്ളാഹു എമ്മക്കും തൗഫീഖ് ചെയ്യട്ടെ. ആർക്കാ കിട്ടുക എന്നറിയില്ല. ആ കഅബയുടെ ഉള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച അതേ കൂലിയാണ് ഹിജ്ർ ഇസ്മായിൽ നിസ്കരിച്ചാൽ കിട്ടുക. അവിടെയാണ് ആ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട്
ആ ഉമ്മ ഇങ്ങനെ ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് കുറേ ഇരുന്നപ്പോൾ ആ ഉമ്മക്ക് തോന്നി തൊട്ടടുത്ത് കാണുന്ന സഫ എന്ന മലയിലേക്ക് കയറി ചെന്ന് ആ മലയുടെ മുകളിലെത്തിയാൽ ദൂരെ ഇങ്ങനെ കാണാം, അവിടെ ആ വഴിയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള വെള്ളം കിട്ടുമല്ലോ, എന്നാൽ ഈ കുഞ്ഞിന് കൊടുക്കാമല്ലോ. കുഞ്ഞിനെ അവിടെ കിടത്തി ആ ഉമ്മ സഫയിലേക്ക് കയറി. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ വമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. അവിടെ എത്തുമ്പോൾ അതെല്ലാം ഓർമ്മയിൽ വരണം. ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ, തവാഫ് വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുമ്പൊക്കെ ഒരുപാട് തവാഫ് നമ്മളൊക്കെ ചെയ്തു. ഇപ്പം അതിനുള്ള ആഫിയത്ത് ഇല്ലാത്തത് കൊണ്ട് തവാഫുകളൊക്കെ ചുരുക്കുന്നുണ്ടെങ്കിലും അള്ളാഹു നമ്മളെ തവാഫൊക്കെ കബൂൽ ചെയ്യട്ടെ. ആ സഫ എന്ന മലയിൽ കയറിയിട്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ എങ്ങനെ നോക്കും? കുഞ്ഞവിടെ ഉണ്ടോ? ഏതോ ജീവികൾ കുഞ്ഞിനെടുത്തു കൊണ്ടുപോയോ? ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവ് പോകുമായിരുന്നു. ഒരു പ്രവാസിയുടെ ഭാര്യ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഡോക്ടറുടെ അടുത്ത് അവൾ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ്. അവൾ തന്നെ ഡ്രൈവിംഗ് പഠിക്കുകയാണ്. പ്രവാസിയുടെ എല്ലാ ഭാര്യമാരും ഡ്രൈവിംഗ് പഠിക്കണം, അതുകൂടി ഉണർത്തുകയാണ്. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആ ഓട്ടോറിക്ഷയിലാണ്, ഇതും കൂടി ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മർക്കസിന്റെ കീഴിലുള്ള പുതിയൊരു മുന്നേറ്റമാണ് മർക്കസ് ഹൈബ്രിഡ് സ്കൂൾ. ദുബായ് കേന്ദ്രീകരിച്ച് ഈ വർഷം ആരംഭിച്ചു. പ്രവാസികളോട് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാനുള്ളത്, ഓരോ തവണയും നിങ്ങൾ മർക്കസിൽ വരുന്ന സമയത്ത് മർക്കസിന്റെ പുതിയ ഒരു സംരംഭം, ഒന്നല്ല മർക്കസിന്റെ ഒന്നിലധികം പുതിയ സംരംഭം ഓരോ പ്രാവശ്യവും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഇതുവരെ മുടങ്ങിപ്പോയിട്ടില്ല. അത് അല്ലാഹു തആല ശൈഖുന ഉസ്താദ് നൽകിയ ഒരു വലിയൊരു പൊരുത്തമാണ്. ലതർകബുന്ന തബഖൻ അൻ തബഖ്, നിങ്ങൾ പടിപടിയായി പുരോഗമിക്കുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ മുഅ്മിനീങ്ങളോട് പറഞ്ഞു. മുഅ്മിനീങ്ങളോട് അല്ലാഹ് പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങളിങ്ങനെ പുരോഗതിയിലേക്ക് വരും. ദുനിയാവിന്റെ പുരോഗതി, ആഖിറത്തിന്റെ പുരോഗതി, അത് രണ്ട് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തരും. ആ ഒരു അല്ലാഹു നൽകുന്ന ആ വലിയ സമ്മാനം ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണ്. അത് ഞാൻ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് ഹക്കീം ഉസ്താദും ഷെയ്ഖുനയും ഒക്കെ അത് പറയും. യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ പറയുന്നില്ല. സഹോദരന്മാരെ, സഹോദരികളെ, അങ്ങനെയാണ് ആശുപത്രിയിൽ ഡോക്ടറുടെ അടുത്തേക്ക് അങ്ങോട്ട് കയറി. കൂടുള്ളത് ആരാണ്? ബാപ്പയാണ്. ബാപ്പ കേൾക്കുന്ന രൂപത്തിൽ പറയാൻ പറ്റാത്ത പല സ്വകാര്യ രോഗങ്ങളും പ്രവാസിയുടെ ഭാര്യയ്ക്കുണ്ട്. അത് ബാപ്പയും ആങ്ങളെയും ഒന്നും കേൾക്കെ പറയാൻ പറ്റാത്തതാണ്. അത് ഭർത്താവ് തന്നെ ഉണ്ടായാലേ ഡോക്ടറോട് പറയും, പിന്നെ മട്ടത്തിന് പറയാൻ കഴിയൂ. അതുകൊണ്ട് അവള് ഉള്ള രോഗത്തിൻ്റെ ഒരു 10% മാത്രമാണ് ആ ഡോക്ടറോട് പറഞ്ഞത്. ബാക്കി പറയേണ്ട ആൾ ഇവിടെ ഇല്ല. കുവൈത്തിലാണ്, ഖത്തറിലാണ്, സൗദിയിലാണ്, ദുബൈയിലാണ്. അല്ലാഹു തആല നമ്മളെ ഭാര്യമാർക്ക് ഐശ്വര്യവും ആഫിയത്തും സിഹത്തും പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ അതാണ് പ്രവാസിയുടെ ഭാര്യ. യഥാർത്ഥത്തിൽ പ്രവാസികൾക്കല്ല ഇതുപോലെ യോഗങ്ങൾ സംഘടിപ്പിക്കേണ്ടത്, അവരെ ഭാര്യമാർക്കാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് പ്രത്യേകം ഒരു ഹാൾ ശീതീകരിച്ച പുരുഷന്മാർക്ക് സൗകര്യപ്പെടുത്തിയതിനേക്കാൾ നല്ല സൗകര്യത്തിലാണ് അവരിപ്പോൾ ഈ പരിപാടി ശ്രദ്ധിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ആ കുഞ്ഞിന് വേണ്ടി ആ മലയുടെ മുകളിലൂടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ചിങ്ങനെ പെണ്ണ് ഓടുകയാണ്. വെള്ളം അന്വേഷിച്ച് പെണ്ണിന് ഓടാൻ പറ്റുമോ? സ്ത്രീകൾക്ക് തൊഴിൽ തേടി, ഭർത്താവിന്റെ അഭാവത്തിൽ സ്ത്രീകൾക്ക് തൊഴിൽ സംബന്ധമായ ചില ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങാം. ഫത്ഹുൽ മുഈനിൽ കാണാം. എല്ലാ മര്യാദകളും ശർഈയായ മര്യാദകൾ പാലിച്ചുകൊണ്ട്
അങ്ങനെ അനിവാര്യമായ ആവശ്യത്തിന് വേണ്ടി സ്ത്രീ പുറത്തിറങ്ങുകയാണ്. വെള്ളത്തിന് വേണ്ടി ഓടി. അവസാനം വെള്ളം കിട്ടുന്നൊരു വഴിയുമില്ല. അപ്പോഴാണ് ആ സ്ത്രീയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ശക്തമായ ദുആ വരികയാണ്. ഖൽബിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുആ അത് അല്ലാഹു തആല ഖബൂൽ ചെയ്യും. മദ്ലൂമിന്റെ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യും. ഭാര്യയുടെ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യും. ഇമാമിന്റെ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യും. യതീമക്കളുടെ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യും. മുതഅല്ലിമീങ്ങളുടെ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യും. മഹാന്മാരുടെ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യും. ആ സഹോദരി അവിടെ വെച്ച് ദ്വാരക്കുകയാണ്, അല്ലാഹുവേ അഗിസ്നി, എന്നെ നീ കൈവിടരുത്. എൻ്റെ കുഞ്ഞ് മരിച്ചു പോകും. എനിക്കാരും ഇവിടെ ഇല്ല. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഇല്ല, വിദേശത്താണ്. എനിക്ക് വേറെ ആരോടും പറയാനില്ല. നീ എനിക്ക് വെള്ളം തരണം എന്ന് ആവശ്യപ്പെടുന്ന സമയത്താണ് യാ മൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഅൈഹി ഫറവൽ ജൈസദൽ മദദി. റൗള ശരീഫിൽ ചെന്നാൽ അവിടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ശരീഫിന്റെ അടുത്ത് അവിടെ എഴുതി വെച്ച ബെയ്ത്ത് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഞാൻ അത് നോക്കി. ആ ബെയ്ത്ത് അപ്പോഴും അവിടെ സജീവമായിട്ട് ആ ബെയ്ത്തുണ്ട്. അത് മാറ്റാനൊന്നും ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും തവസ്സുലിന്റെയും ഇസ്തിഗാസയുടെയും ദുആ റൗളയിൽ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. യാ മൻ തഫജ്ജറത്തിൽ അൻഹാർ, ഓ ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്ന വിളി പോലെ വിളിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം മുറുകെ പൊട്ടി ഒഴുകി. ആ വെള്ളം കൊണ്ട് സ്വഹാബത്ത് വുളു എടുത്തു. ആ വെള്ളം കൊണ്ട് സ്വഹാബത്ത് ദാഹം തീർത്തു. എന്നാൽ ആ വെള്ളമാണോ സംസം വെള്ളമാണോ അഫ്ളല് എന്ന് കിതാബിൽ ചർച്ച പറഞ്ഞ സ്ഥലത്ത് കാണാം. സംസം വെള്ളത്തെക്കാൾ പ്രാധാന്യമുള്ള വെള്ളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലിൽ നിന്ന് ഉറകുപൊട്ടി ഒലിച്ച വെള്ളം. കാരണം അത് മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഒലിച്ചതാണ്, ഉണ്ടായതാണ്. മറ്റേത് ഇസ്മായിൽ എന്ന കുട്ടി ദാഹിച്ചപ്പോൾ കാലിട്ടടിച്ചപ്പോൾ ഉണ്ടായ വെള്ളമാണ് സംസം. പ്രാധാന്യം മുത്തുനബിയുമായി ബന്ധപ്പെട്ട വെള്ളത്തിനാണ്. രണ്ടാം സ്ഥാനം ഉള്ള ആ സംസം അവിടെ പൊട്ടി ഒഴുകുകയാണ്. ഹാജറ ബീവി നോക്കുമ്പോ ദുആവിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ദുആവിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ആ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകുക മാത്രമല്ല, അത് വലിയൊരു നദിയായി രൂപപ്പെടുന്നത് പോലെ ആ ചെറിയ കുഞ്ഞ് ആ വെള്ളത്തിൽ ഒലിച്ചു പോകുമോ എന്ന് തോന്നുന്ന ആശങ്കയിലേക്ക് എത്തിയപ്പോൾ ആ ഹാജറ ബീവി ഉറക്കെ പറഞ്ഞു, സംസം, അടങ്ങുക, അടങ്ങുക, മതി. എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടാമാ, ദാഹം തീരാൻ മാത്രം വെള്ളം ആയിക്കഴിഞ്ഞു. ഇതൊരു നദി പോലെ ആയാൽ അതിലെ കുഞ്ഞ് ഒലിച്ചു പോകും. ബുഖാരിയിൽ കാണാം, റഹിമല്ലാഹു ഉമ്മ ഇസ്മായിൽ. ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മക്ക് അല്ലാഹ് കൃപ ചെയ്യട്ടെ. ആ ഉമ്മ അന്ന് സംസം എന്ന് അടങ്ങു അടങ്ങു എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലക്കാനത്ത് ഐനും ഐന, അതൊരു വലിയ നദിയായി രൂപപ്പെടുമായിരുന്നു എന്ന് ബുഖാരിയിൽ കാണാം. ഞാൻ എൻ്റെ സഹോദരന്മാരോട് ഈ വിഷയം ഇവിടെ ഉണർത്തിയത്, സ്ത്രീകൾ ദ്വാർന്നാൽ ഉത്തരം ഉണ്ട്. ഇസ്ലാമിക സങ്കല്പത്തിൽ സ്ത്രീ വളരെ പ്രധാനപ്പെട്ടവളാണ്. എല്ലാവരുടെയും വിചാരം പുരുഷനാണ് എല്ലാം കൊണ്ട് മുന്നിലെന്ന്. അതല്ല, സ്ത്രീയുടെ ദുആ അത് സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. ആ സംസം എന്ന വെള്ളം മക്കയിൽ നിന്ന് എല്ലാ മുഅ്മിനീങ്ങളും കൊണ്ടുവരുന്നു. മക്കയിൽ നിന്ന് വരുമ്പോൾ സംസം കൊണ്ടുവരുന്നില്ലെങ്കിൽ അത് നിഫാഖിന്റെ അടയാളമാണ് എന്ന് ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആ വെള്ളം കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആ മഹദികൾ, അവരൊക്കെ നമ്മളൊക്കെ ബഹുമാനത്തോടെ കാണുന്ന പ്രവാസിയുടെ ഭാര്യയായ ഹാജർ റളിയല്ലാഹു അൻഹ ഇവിടെ വന്ന സഹോദരിമാർക്ക് മാതൃകയാണ്. ഭർത്താവ് അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് ആ ഭർത്താവിന്റെ അഭാവത്തിൽ
നല്ല ക്ഷമയും നല്ല തഖ്വയും പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രവാസികളുടെ ഭാര്യമാരോട് ഈ സമയത്ത് ഈ വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് പ്രവാസികൾ ഈ മർക്കസിനെ കൂടുതൽ സഹായിക്കാനുള്ള കാരണം അവര് ഗൾഫിലെത്തിയത് മുതൽക്ക് അവർ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞു. 1990 അബുദാബിയിൽ പോയപ്പോ അവിടെ എത്തി അബുദാബിയിൽ ഓഫീസിൽ അവിടെ കയറിയപ്പോ വലിയൊരു തുർക്കി തൊപ്പിയും വലിയൊരു തുർക്കി കുപ്പായം ഇട്ടിട്ട് ഒരാളുണ്ട് ഓഫീസിൽ നിൽക്കുന്നത്. നോക്കുമ്പോഴാണ് ACS ബീരാ മുസ്ലിയാരാണ്. അല്ലാഹു തആല അവരെ നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. എന്നോട് ചോദിച്ചു, മോനെ എപ്പോഴായി വന്നത്? ഞാൻ പറഞ്ഞു, ഞാനിപ്പോ വരികയാണ്. വന്ന ഉടനെ ഓഫീസിൽ കയറിയതാണ്. അവ എന്നോട് ഒരു 25 ദിർഹം എടുത്തിട്ട് അതിങ്ങനെ കയ്യിൽ ചുരുട്ടി തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് കയ്യിൽ വെച്ചോളൂ, ഒരു വിദേശ നാട്ടിൽ വന്നതല്ലേ, എന്തെങ്കിലും ക്യാഷിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും. അങ്ങനെ ഇപ്പോഴും മറന്നു പോകാത്തൊരു 25 ദിർഹം. ആദ്യം ആ നോട്ട് കാണുന്നത് ആ മനുഷ്യന്റെ പക്കലിൽ നിന്നാണ് കിട്ടിയത്. ഗൾഫിൽ പോയിട്ട് ആദ്യം സഹായിച്ച ആളെ നമ്മൾ ഒരിക്കലും മറന്നുപോയില്ല, അല്ലേ? അങ്ങനല്ലേ? ഇതെല്ലാവർക്കും പറയാനുള്ളതാണ്. ഇതെല്ലാവർക്കും ഇത് പറയാൻ ചാൻസ് എന്നാൽ ഇന്നും നാളെയും പറഞ്ഞു തീരൂല. ഈ ഇരിക്കുന്നത് മുഴുവനും ഓരോ നോവലിലെ കഥാപാത്രങ്ങളാണ്. ആ നോവൽ ഇതുവരെ രൂപപ്പെടാത്തത് എഴുതാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എഴുതാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സമയം കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെ ഗൾഫ് നാടുകളിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി, ആ ഗൾഫിലെത്തിയപ്പോൾ കഷ്ടപ്പാടുകൾ എന്താണ് എന്ന് മനസ്സിലായി. അങ്ങനെ അത് മനസ്സിലായി നിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവിടെ വരുന്നത്. ഉസ്താദിനൊരു പ്രത്യേകത ഉണ്ട്. ഉസ്താദിനെ ഒരു തവണ കണ്ടാൽ കണ്ണെടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു ആകർഷകത്വം അത് ഒരു പ്രത്യേകതയാണ്. ആ സംസാരവും ആ പുഞ്ചിരിയും ആ നോട്ടവും ആ വിശേഷങ്ങൾ അന്വേഷിക്കലും ഓരോരുത്തൻ്റെയും സങ്കടങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആ സ്വഭാവവുമെല്ലാമുള്ള ഉസ്താദിനെ ആദ്യം കണ്ട സമയത്ത് തന്നെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പിന്നീട് എന്താണോ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് അതിന് നമ്മൾ തയ്യാറാണ്. അങ്ങനെ വിദേശ നാടുകളിൽ മർക്കസിന്റെ മെമ്പറായത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അത് ഉസ്താദിന്റെ കൈ പിടിച്ച് ഉസ്താദ് ആവശ്യപ്പെട്ട ആ സമയം മുതൽ ഇന്ന് വരെ, ഈ സെക്കൻഡ് വരെ മർക്കസിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് എത്ര വരെ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി മരണം വരെ എന്നാണ് അതിന്റെ മറുപടി. മരണം വരെ. ഞാൻ വന്നിട്ട് 30 കൊല്ലമായി, ഞാൻ അടുത്ത ദിവസം പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കലാണ് മർക്കസിന് ഗുണം. ആ മനുഷ്യൻ അവിടെ തന്നെ നിന്ന് പിന്നീട് ഉസ്താദ് 6 മാസം കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ വിവരം കേട്ടു, ആ മനുഷ്യൻ അജ്മാനിൽ വെച്ച് മരണപ്പെട്ടു. നമ്മുടെ നാട്ടിക അബൂബക്കർ ഹാജി, അദ്ദേഹം അവിടെ തന്നെ അബുദാബിയിൽ തന്നെ നമുക്ക് വേണ്ടി അധ്വാനിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് പോലെ മർക്കസിന് വേണ്ടി അധ്വാനിച്ചു. ഇവിടെ 25 കുട്ടികൾ വർദ്ധിച്ചു എന്ന് അറിഞ്ഞാൽ, ഈ ഓർഫണേജിൽ 1000 കുട്ടികൾ ഉണ്ടായിരുന്നു. മർക്കസിന്റെ ഓർഫണേജിൽ 1000 എന്നത് ഇപ്പോൾ 12,000 ഉയർന്നു, ഒരിക്കലും കുറഞ്ഞിട്ടില്ല. പക്ഷെ അന്നുള്ള 1000 കുട്ടികൾ ഇവിടെ താമസിക്കുന്നവരായിരുന്നു. ഇന്നുള്ള കുട്ടികൾ അണുകുടുംബമായതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി യതീമാകുമ്പോൾ ആ കുട്ടിയെ ഇങ്ങോട്ട് അയക്കാനോ ഉമ്മക്ക് കഴിയില്ല. അതുകൊണ്ട് അവിടേക്ക് അയച്ചു കൊടുക്കുകയാണ് നമ്മൾ. അങ്ങനെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ പടച്ചോനെ തക്കാഫുലിന്റെ എണ്ണവും വർദ്ധിപ്പിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്, ആ സുഹൃത്തുക്കളെ ഞാൻ കാണാൻ പോകട്ടെ എന്നാലോചിച്ച് ഒരു ബാഗുമായി ഒഴിവുള്ള സമയം മുഴുവനും മർക്കസിന് വേണ്ടി അധ്വാനിക്കുന്ന വിദേശ നാടുകളിലെ പ്രിയപ്പെട്ട പ്രവാസികളോടുള്ള ഈ സ്ഥാപനത്തിന്റെ നന്ദി ശൈഖുന ഉസ്താദ് അവറുകളുടെ ദുആയാണ്. ആ ദുആ ഇവിടെ ലഭിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരെയും ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഈ പരിപാടികളെല്ലാം ഇവിടെ സംഘടിപ്പിച്ചത്
നിങ്ങളൊക്കെ സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് പൊരുത്തപ്പെട്ട രൂപത്തിൽ പ്രവർത്തിക്കാനും ഈ ഖിദ്മത്തുകളൊക്കെ നാളെ പരലോകത്ത് ഉപകാരപ്പെടാനും അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.